ടിപ്പർ ലോറിക്കാരിൽ നിന്ന് പോലീസ് കൈക്കൂലി വാങ്ങുന്നതായി പരാതി. പാലക്കാട് കല്ലടിക്കോട് ASIക്കെതിരെയാണ് ഡിവൈഎസ്പിക്ക് പരാതി ലഭിച്ചത്. പരാതിയുടെ പകർപ്പും കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും 24-ന് ലഭിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, ഞാൻ വരാം, അതിനു മുൻപ് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ശ്രീജിത്ത്, ഇപ്പോൾ ഈ ദൃശ്യം എന്നുള്ളത് അതെല്ലാം വ്യക്തമാക്കുന്നുണ്ടല്ലോ അല്ലേ? കൈക്കൂലി വാങ്ങുന്നതൊക്കെ ദൃശ്യത്തിലുണ്ട്. അപ്പോൾ പിന്നെ അത് അടുത്ത നടപടിയിലേക്ക് പോവുക എന്നുള്ളതല്ലേ? തീർച്ചയായും ഈ പരാതി നൽകിയ തീയതി അടക്കം ഈ പരാതിയിലുണ്ട്. എന്തായാലും ഇത് കല്ലടിക്കോട് സ്വദേശിയായ ഒരാളാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. ഇദ്ദേഹത്തെ നിരന്തരം പണം ആവശ്യപ്പെട്ട ASI ഉണ്ണിക്കണ്ണൻ എന്ന ആൾ ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് ആ പരാതിയിലുള്ളത്. അതിന് ഉപോത്ഫലകമായാണ്, അല്ലെങ്കിൽ അതിന് തെളിവ് എന്ന തരത്തിലാണ് ഇയാൾ നിരന്തരം പലരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നുണ്ടെന്ന് തെളിയിക്കാനായി ആ ദൃശ്യങ്ങളും നൽകിയിട്ടുള്ളത്. ഇത് മണ്ണാർക്കാട് ഹൈവേ പെട്രോളിൽ ASI ഉണ്ണികൃഷ്ണൻ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പകർത്തിയ ദൃശ്യങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇതിലൊരു ബൈക്കിൽ ഒരാൾ വരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ബൈക്ക് തുറന്ന് അതിൻ്റെ സീറ്റ് തുറന്ന് പെട്ടെന്ന് തന്നെ എന്തോ ഒരു സാധനം എടുത്ത് അവിടെ കൊടുത്ത് പെട്ടെന്ന് തന്നെ ആ ബൈക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. എന്തായാലും ഇത് മണ്ണാർക്കാട് DYSP സന്തോഷാണ് ഈ പരാതി കൈമാറിയിട്ടുള്ളത്. ഇതിൽ അന്വേഷണം നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിൽ അടക്കം ജോലി ചെയ്യുന്ന ASI ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള പോലീസുകാരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെതടക്കമുള്ള ഒരു അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെതടക്കം കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇദ്ദേഹം അടക്കം 5 ബന്ധുക്കളാണ്, ഈ ഉണ്ണിക്കണ്ണൻ എന്ന ASIയുടെ 5 ബന്ധുക്കളാണ് ജോലി ചെയ്യുന്നതെന്നും ഇതുമൂലം തനിക്ക് ഈ മേഖലയിൽ ജീവിക്കാൻ കഴിയുന്നില്ലെന്നും ഇദ്ദേഹം ഒരു വ്യവസായം നടത്തുന്ന ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരാതിക്കാരൻ നിരന്തരം പണം ആവശ്യപ്പെടുന്നുവെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ പരാതിയിൽ പറയുന്നത്. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിലുള്ളത്. അതിൽ പണം തന്നെയാണോ കൈമാറുന്നതെന്ന് പോലീസ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സമയം വേണ്ടി മാത്രമാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ എന്തോ എടുത്തു വെച്ച് പെട്ടെന്ന് തന്നെ ഓടുന്നത്, അവിടുന്ന് ബൈക്ക് എടുത്ത് പോകുന്ന ദൃശ്യങ്ങളാണ്. ടിപ്പർ ഉടമകളാണ് ഇത്തരത്തിൽ പണം കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ടിപ്പർ ലോറികളിൽ നിന്ന് വാങ്ങുന്ന കൈക്കൂലിയാണ്. ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് ഇത് കൈക്കൂലിയാണോ എന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്നതും അല്ലേ? തീർച്ചയായും ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി വെച്ച് അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആ ഹെൽമെറ്റ് വെച്ച ആ ബൈക്ക് സ്കൂട്ടറുകാരൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ നമ്മൾ എക്സ്ക്ലൂസീവായി നൽകുകയാണ്. ഇത് പക്ഷേ കാണുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ വിചാരിക്കും ഇതൊക്കെ മാമൂലാണ്, അല്ലെങ്കിൽ ഇതൊക്കെ സ്ഥിരമാണ് എന്ന് പ്രേക്ഷകർ വിചാരിക്കും. പക്ഷേ ഇത് ഒരാളിൽ നിന്ന് മാത്രമല്ല ഇത്തരത്തിൽ പണം വാങ്ങുന്നത്, നിരവധി ആളുകളിൽ നിന്നാണ്. പലതുള്ളി പെരുവെള്ളം എന്ന തരത്തിൽ പോലീസുകാർ ഇത്തരത്തിൽ പണം വാങ്ങുന്ന ആക്ഷേപമാണ് വരുന്നത്. പരാതി ഇപ്പോൾ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അത് പണമാണോ നൽകുന്നത് എന്നത് പോലീസിന് ഉറപ്പിക്കേണ്ടതുണ്ട്. ഏതായാലും ഔദ്യോഗിക വാഹനത്തിൽ ഇരിക്കുന്നത് പോലീസുകാരാണ്. പാലക്കാട് കല്ലടിക്കോട് ASI ഉൾപ്പെടെയുള്ളവർ ആ വാഹനത്തിലുണ്ട് എന്നതാണ് നമ്മുടെ പ്രതിനിധി നൽകിയ വിവരം. പരാതിക്കാരൻ തന്നിൽ നിന്നും നിരന്തരം പണം ആവശ്യപ്പെടുന്നുണ്ട് ഈ പോലീസുകാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയിട്ടുള്ളത്. DYSPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.